ലോകത്തിന്റെ സാമ്പത്തിക സമവാക്യങ്ങളെ ഒന്നടങ്കം മാറ്റിമറിക്കാൻ പോകുന്ന ആ മഹാസംഭവം ഒടുവിൽ സംഭവിക്കാൻ പോവുകയാണ്. ആഗോള രാഷ്ട്രീയത്തിലെ ചാണക്യന്മാർ വരും ദശാബ്ദങ്ങളിൽ ലോകത്തെ ആര് ഭരിക്കുമെന്ന് ഉറ്റുനോക്കുമ്പോൾ അങ്ങ് വാഷിംഗ്ടണിലെ വൈറ്റ് ഹൗസിനെ പോലും ഡൽഹിയിലെ സൗത്ത് ബ്ലോക്കിലേക്ക് നോക്കിയിരുത്താൻ തക്കവണ്ണം ഇന്ത്യ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ ശക്തിയായ ഇന്ത്യയും ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്കയും തമ്മിൽ ആദ്യമായി ഒരു വമ്പൻ വ്യാപാര കരാറിലേക്ക് ഒപ്പുവെക്കാൻ പോവുകയാണ്. വെറുമൊരു കരാറല്ല ഇത്. ചൈന ഉൾപ്പെടെയുള്ള വൻ ശക്തികളുടെ ഉറക്കം കെടുത്തുന്ന വരും നൂറ്റാണ്ട് ഇന്ത്യയുടേതാണെന്ന് ഉറപ്പിച്ചു പറയുന്ന ഒരു മാസ് മൂവ്മെന്റ്. വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പുറത്തുവിട്ട നിർണായക വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ ജൂലൈയിൽ നടക്കാൻ പോകുന്ന ആ ചരിത്രപരമായ ഒപ്പിടലിന് പിന്നിലെ രഹസ്യം എന്താണ്? ഇന്ത്യ എങ്ങനെയാണ് ലോകത്തിന്റെ നെറുകയിലേക്ക് കുതിച്ചുയരുന്നത്? നമുക്കൊന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ആഗോള സാമ്പത്തിക രംഗത്ത് നിന്നും രാഷ്ട്രീയ സമവാക്യങ്ങളിൽ നിന്നും ഇന്ത്യക്ക് ഏറ്റവും നിർണായകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയും ലോകത്തിലെ ഏറ്റവും സാമ്പത്തിക ശക്തിയായ അമേരിക്കയും തമ്മിലുള്ള ചരിത്രപരമായ ഒരു വ്യാപാര കരാറിന്റെ ഒന്നാം ഘട്ടം ഈ വരും ജൂലൈ മാസത്തോടെ ഒപ്പുവെക്കാൻ പോവുകയാണ്. വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലാണ് ഈ ശുഭവാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിൽ വളരെ നിശബ്ദമായും എന്നാൽ കൃത്യമായി നടത്തിയ ചർച്ചകളുടെ വിജയകരമായ പരിസമാപ്തിയിലേക്കാണ് നീങ്ങുന്നത്. താരിഫുകളെ കുറിച്ചും നികുതികളെ കുറിച്ചും ചില തർക്കങ്ങൾ നിലനിന്നിരുന്നുവെങ്കിൽ പോലും അതിനെയെല്ലാം വളരെ പക്വതയോടെ പരിഹരിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളും ഒരു പുതിയ സാമ്പത്തിക യുഗത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ്. ഈ കരാർ വെറുമൊരു വ്യാപാര ഉടമ്പടി മാത്രമല്ല, മറിച്ച് വരും ദശാബ്ദങ്ങളിൽ ലോകത്തെ നിയന്ത്രിക്കാൻ പോകുന്ന ഒരു വലിയ തന്ത്രപ്രധാന കൂട്ടുകെട്ടിന്റെ ശക്തമായ അടിത്തറ തന്നെയാണ്. ഇനി നാം ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് ഇന്ത്യക്ക് ഇന്ന് ആഗോളതലത്തിൽ ഇത്രയും വലിയൊരു സ്വാധീനം കൈവരിക്കാൻ കഴിഞ്ഞത് എന്നാണ്. ഇവിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വവും അദ്ദേഹത്തിന്റെ സമാനതകളില്ലാത്ത വിദേശ നയവും ചർച്ചയാകുന്നത്. ഒരു കാലത്ത് വിദേശ രാജ്യങ്ങളുമായി കേവലം സഹായങ്ങൾക്കും ചർച്ചകൾക്കുമായി മാത്രം ബന്ധപ്പെട്ടിരുന്ന ഒരു ഇന്ത്യയിൽ നിന്നും ഇന്ന് ലോകശക്തികൾക്കൊപ്പം നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു തന്ത്രപ്രധാന പങ്കാളിയായി ഇന്ത്യ മാറിയിരിക്കുന്നു. നരേന്ദ്രമോദി ഭരണകൂടത്തിന്റെ ഇന്ത്യ ഫസ്റ്റ് എന്ന ശക്തമായ വിദേശ നയമാണ് ഇതിന് വഴിതെളിച്ചത്. അമേരിക്കയുമായുള്ള ബന്ധത്തിൽ മുൻപൊരിക്കലും ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു ആത്മബന്ധം സ്ഥാപിച്ചെടുക്കാൻ മോദിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഊസ്റ്റിനിലെ ഹൗഡി മോദി പരിപാടി മുതൽ വാഷിംഗ്ടണിൽ ലഭിച്ച ചരിത്രപരമായ സ്വീകരണങ്ങൾ വരെ നമ്മൾ കണ്ടതാണ്. ഇന്ന് വൈറ്റ് ഹൗസ് ഇന്ത്യയുടെ ആവശ്യങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഇന്ത്യ എന്ന വിപണിയുടെ കരുത്ത് മാത്രമല്ല, മറിച്ച് രാജ്യം ഭരിക്കുന്ന നേതൃത്വത്തിന്റെ ആർജവമുള്ള നിലപാടുകൾ കൂടിയാണ്. അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ ഒരു വലിയ സംഘം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിലെത്തി വിപുലമായ ചർച്ചകൾ നടത്തിയത് ഇതിന്റെ തെളിവാണ്. പരസ്പര ബഹുമാനത്തോടെയുള്ള ഒരു പുതിയ കൂട്ടുകെട്ടാണ് ഇവിടെ രൂപപ്പെടുന്നത്. ഈ ജൂലൈയിൽ ഒപ്പുവെക്കാൻ പോകുന്ന ഒന്നാംഘട്ട കരാറിലൂടെ ഇന്ത്യക്ക് ഉണ്ടാകാൻ പോകുന്ന നേട്ടങ്ങൾ ചെറുതല്ല. വിപണി പ്രവേശനം വർദ്ധിപ്പിക്കുക, സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വികസിപ്പിക്കുക എന്നിവയാണ് കരാർ ലക്ഷ്യമിടുന്നത്. നമ്മുടെ രാജ്യത്തെ പ്രധാന മേഖലകളിലെ കയറ്റുമതിക്കാർക്ക്, പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽസ്, IT, കൃഷി തുടങ്ങിയ മേഖലകളിലുള്ളവർക്ക് അമേരിക്കൻ വിപണിയിലേക്ക് വളരെ എളുപ്പത്തിലും കുറഞ്ഞ നികുതിയിലും പ്രവേശനം സാധ്യമാകും. ഇത് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് അവസരങ്ങളാണ് നമ്മുടെ നാട്ടിലെ വ്യവസായികൾക്ക് തുറന്നു നൽകുന്നത്. ഇന്ത്യയിലേക്ക് വലിയ തോതിലുള്ള അമേരിക്കൻ നിക്ഷേപങ്ങൾ ഒഴുകിയെത്താൻ ഈ കരാർ കാരണമാകും. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് ഇത് നൽകുന്ന ഉത്തേജനം വളരെ വലുതായിരിക്കും. ഇനി ഇന്ത്യയിലെ യുവാക്കൾക്ക് ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ ഇത് വഴിയൊരുക്കും. ചൈനയെ മാത്രം ആശ്രയിച്ചിരുന്ന ആഗോള കമ്പനികൾക്ക് ഇന്ന് ഏറ്റവും വിശ്വസനീയമായ ഒരു ബദലായി ഇന്ത്യ മാറിക്കഴിഞ്ഞു. വിതരണ ശൃംഖലകൾ അഥവാ സപ്ലൈ ചെയിൻ വൈവിധ്യവൽക്കരിക്കാൻ ലോകം ആഗ്രഹിക്കുമ്പോൾ സുരക്ഷിതവും ജനാധിപത്യപരവുമായ അന്തരീക്ഷമുള്ള ഇന്ത്യയാണ് അവർ തിരഞ്ഞെടുക്കുന്നത്. ഈ വ്യാപാര കരാർ വെറും തുടക്കം മാത്രമാണെന്നാണ് പീയൂഷ് ഗോയൽ വ്യക്തമാക്കുന്നത്. പ്രാരംഭഘട്ടം പൂർത്തിയാകുന്നതോടെ ഭാവിയിൽ കൂടുതൽ വിശാലവും സമഗ്രവുമായ ഒരു വ്യാപാര ചട്ടക്കൂടിലേക്ക് ഇരു രാജ്യങ്ങളും മാറും. കോവിഡ് മഹാമാരിക്ക് ശേഷമുള്ള ലോകത്ത് സാമ്പത്തിക ഭദ്രത നിലനിർത്താൻ ഇന്ത്യയും US ഒത്തുചേരേണ്ടത് ലോകത്തിന്റെ തന്നെ ആവശ്യമാണ്. ഏഷ്യ പസഫിക് മേഖലയിൽ ചൈനയുടെ ഏകപക്ഷീയമായ കടന്നുകയറ്റങ്ങളെ പ്രതിരോധിക്കാൻ ഇന്ത്യയുടെ സാമ്പത്തികവും സൈനികവുമായ കരുത്ത് അമേരിക്കയ്ക്ക് അത്യാവശ്യമാണ്. ഇനി അതേസമയം തന്നെ
ഇന്ത്യക്ക് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാകാനുള്ള യാത്രയിൽ അമേരിക്കയുടെ സാങ്കേതിക വിദ്യയും വിപണിയും വലിയ സഹായമാവും. പരസ്പരം പ്രയോജനപ്പെടുന്ന ഒരു സമവായത്തിലാണ് ഇരുപക്ഷവും എത്തിച്ചേർന്നിരിക്കുന്നത്. ലോകം മുഴുവൻ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ഇന്ത്യ 7% മുകളിൽ GDP വളർച്ചയുമായി ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥയുമായി തുടരുന്നത് വെറുതെയല്ല. കൃത്യമായ ആസൂത്രണവും കഠിനാധ്വാനവും ഇതിന് പിന്നിലുണ്ട്. ഒരു കാലത്ത് വിദേശ രാജ്യങ്ങൾക്ക് മുന്നിൽ സഹായങ്ങൾക്കായി കൈനീട്ടി നിന്നിരുന്ന ഒരു ഇന്ത്യ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കാലം മാറി, കഥ മാറി. ഇന്ന് ലോകത്തെ ഏത് വൻ ശക്തിയും ഒപ്പം നിർത്താൻ ആഗ്രഹിക്കുന്ന, ആഗോള തീരുമാനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു വൻ ശക്തിയായി ഇന്ത്യ മാറിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരൊറ്റ പേരേയുള്ളൂ: പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത ഇന്ത്യ ഫസ്റ്റ് എന്ന ശക്തമായ വിദേശ നയത്തിന്റെ വിജയം കൂടിയാണിത്. അമേരിക്കൻ പ്രസിഡന്റുമാർ മാറിയെങ്കിലും ഇന്ത്യയോടുള്ള അവരുടെ സമീപനം മാറിയില്ല. കാരണം നരേന്ദ്രമോദി എന്ന ഭരണാധികാരി ലോകത്തിനു മുന്നിൽ ഭാരതത്തിന്റെ അന്തസ്സ് അത്രമേൽ ഉയർത്തിപ്പിടിച്ചിരുന്നു. ഇത് യാചനയല്ല, സമന്മാരും പരസ്പര ബഹുമാനമുള്ള ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമാണ്. ഈ വ്യാപാര കരാറിന്റെ വിജയത്തിന് പിന്നിലേക്ക് നോക്കുമ്പോൾ ലോകം ആദ്യം കാണുന്നത് രണ്ട് കരുത്തരായ നേതാക്കളുടെ മുഖമാണ്. ഒന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മറ്റൊന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആഗോള രാഷ്ട്രീയത്തിൽ ഇവർക്ക് രണ്ടാൾക്കും ഇടയിലുള്ള ആ കെമിസ്ട്രി ലോകം പലവട്ടം ചർച്ച ചെയ്തതാണ്. വെറും ഒരു ഔദ്യോഗിക ബന്ധത്തിനപ്പുറം ഇരുവരും തമ്മിലുള്ള വ്യക്തിപരമായ സൗഹൃദം ഇന്ത്യയുടെ നയതന്ത്ര രംഗത്ത് വലിയൊരു ആയുധമാണ്. ട്രംപ് എപ്പോഴും ഇന്ത്യയെയും മോദിയെയും തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയുടെ ആർജവമുള്ള നിലപാടുകളെ ട്രംപ് പരസ്യമായി പ്രശംസിച്ചിട്ടുണ്ട്. ഈ ഒരു ശക്തമായ അടിത്തറയാണ് ഇന്ന് അമേരിക്കൻ ഭരണകൂടത്തെ ഇന്ത്യയുമായി ഇത്തരമൊരു നിർണായക കരാറിലേക്ക് എത്തിച്ചിരിക്കുന്നത്. താരിഫുകളെയും നികുതികളെയും ചൊല്ലിയുള്ള ചെറിയ തർക്കങ്ങളെ പോലും ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് കോട്ടം തട്ടാതെ പരിഹരിക്കാൻ മോദി സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ ഈ ശക്തമായ നേതൃത്വങ്ങളുടെ സ്വാധീനമുണ്ട്. ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം, ഈ കരാർ വെറും ഒരു പണമിടപാട് മാത്രമല്ല എന്നതാണ്. ഏഷ്യ പസഫിക് മേഖലയിൽ ചൈന നടത്തുന്ന ഏകപക്ഷീയമായ കടന്നുകയറ്റങ്ങൾക്കും സാമ്പത്തിക അധിനിവേശത്തിനുമുള്ള ശക്തമായ മറുപടിയാണിത്. ചൈന +1 നയത്തിന്റെ ഭാഗമായി ലോകത്തിലെ വൻകിട കമ്പനികളെല്ലാം ഇന്ന് ചൈന വിട്ട് ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. അതിന് ഈ കരാർ വലിയൊരു പാലമായി മാറും. മാത്രമല്ല, ഈ വ്യാപാര ചട്ടക്കൂടിനൊപ്പം തന്നെ പ്രതിരോധ സാങ്കേതിക വിദ്യ, അഡ്വാൻസ്ഡ് ചിപ്പ് നിർമ്മാണം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ തന്ത്രപ്രധാന മേഖലകളിൽ അമേരിക്കൻ സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് ലഭ്യമാകും. ഇന്ത്യൻ സൈന്യത്തെ ആധുനികവൽക്കരിക്കാനും പ്രതിരോധ രംഗത്ത് സ്വയം പര്യാപ്തത നേടാനും ഈ തന്ത്രപ്രധാന പങ്കാളിത്തം വഴി സാധിക്കും. ലോകം മുഴുവൻ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ഇന്ത്യ 7% മുകളിൽ GDP വളർച്ച നിലനിർത്തുന്നതിന് പിന്നിൽ ഇത്തരം ദീർഘവീക്ഷണമുള്ള നീക്കങ്ങളുണ്ട്. ഇവിടെയാണ് നമ്മൾ ആ യഥാർത്ഥ മോദി തന്ത്രം തിരിച്ചറിയേണ്ടത്. വൻ ശക്തികളുടെ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ ഭയന്ന് മാറുകയല്ല, മറിച്ച് എൻ്റെ നാടിന് എന്താണോ ആവശ്യം അത് കൃത്യമായി അറിഞ്ഞ് പ്രവർത്തിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ശൈലി. രാജ്യാന്തര രാഷ്ട്രീയത്തിൽ അമേരിക്കയെ പോലൊരു വൻ ശക്തിയുമായി ചർച്ച നടത്തുമ്പോൾ ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ ചെറുതല്ല. എന്നാൽ റഷ്യയുമായുള്ള ദീർഘകാല സൗഹൃദം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ അതേസമയം ചൈനയെ പ്രതിരോധിക്കാൻ അമേരിക്കയുമായി കൈകോർക്കുന്ന ഈ ഇരട്ട നയതന്ത്രം ലോകരാജ്യങ്ങളെ പോലും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ഭയന്ന് മാറി നിൽക്കാതെ വെല്ലുവിളികളെ കൃത്യമായി അവസരങ്ങളാക്കി മാറ്റാൻ മോദിക്ക് കഴിയുന്നുണ്ട്. ഭാരതത്തിന്റെ പരമാധികാരത്തിലും സാമ്പത്തിക ഭദ്രതയിലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായത് നേടിയെടുക്കുന്ന ഈ ധീരമായ നിലപാടാണ് ഈ കരാറിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.